വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആടി ഉലഞ്ഞിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. അതിൽ കഴിഞ്ഞ ദിവസം അമ്മ എന്ന താരസംഘടന നിലം പതിക്കുന്ന കാഴ്ചയ്ക്കും മലയാളികൾ സാക്ഷിയായി. ഈ വേളയിൽ RMP നേതാവും വടകര MLA-യുമായ KK രമ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമാ ലോകം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം ഭാവന എന്ന ഫീനിക്സ് പക്ഷിയുടെ ചിറകടിയുടെ ചലനം കൊടുങ്കാറ്റായ അടിച്ചതിന്റെ ഫലമാണെന്നാണ് KK രമ പറയുന്നത്. രമ ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീയും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വയം എരിഞ്ഞടങ്ങി പോയേക്കാവുന്ന ദുരനുഭവങ്ങളുടെ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ ഫീനിക്സ് പക്ഷിയുടെ ചിറകടിയുടെ ചലനം കൊടുങ്കാറ്റായി അടിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നാം കാണുന്നതെല്ലാം. ഏതു മഹായാനങ്ങളും ഒരു ചെറിയ കാൽവെപ്പിൽ നിന്ന് ആരംഭിക്കുന്നു എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവളെ, നിന്റേത് ഒരു ചെറിയ കാൽവെപ്പായിരുന്നില്ല. ആ കാൽവെപ്പിന് നീ സംഭരിച്ച ഊർജ്ജത്തോളം വരില്ല ഈ ചരിത്ര സന്ദർഭത്തിന്റെ മുഴുവൻ പ്രേരണ ബലവും. സ്വസ്ഥമെന്ന് ആരോ പഠിപ്പിച്ച ജീവിതത്തിനു വേണ്ടി മൗനം ശീലിക്കുന്ന സമൂഹത്തെയാകെയും സ്വയം മുഖം നോക്കാൻ പ്രേരിപ്പിച്ച കണ്ണാടിയായിരുന്നു നീ ചോദിച്ച ചോദ്യങ്ങളുടെ ആഴവും പരപ്പും. അതേ തുടർന്നുണ്ടായ ചലച്ചിത്ര പെൺ കൂട്ടായ്മയുടെ സമർപ്പിത സന്നദ്ധതയും കേരളത്തിലെ ജനാധിപത്യ മനസാക്ഷിയുടെ സമരോർജവും ചേർന്നാണ് ഇന്നീ കാണുന്ന നീതി വിചാരത്തിന്റെ വലിയ തുറവി ഉണ്ടായത്. ഒരു സഹനവും പാഴാവില്ല പ്രിയപ്പെട്ടവളെ, നിനക്ക് 1000 ഹൃദയാഭിവാദ്യങ്ങൾ എന്നാണ് KK രമ കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതിനെ തുടർന്ന് ചലച്ചിത്ര മേഖലയിലെ വിവേചനങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാൻ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് കൈവന്നിരിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതല്ലെന്നും KK രമ അഭിപ്രായപ്പെട്ടു. പെണ്ണുങ്ങൾ ചരിത്രം കുറിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയതിനെ തുടർന്ന് ചലച്ചിത്ര മേഖലയിലെ വിവേചനങ്ങളെക്കുറിച്ചും ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാൻ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് കൈവന്നിരിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും ചെറുതല്ല. ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ സംവാദങ്ങളുടെ വെളിച്ചത്തിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ കുറിച്ചും താരസംഘടനയായ AMMA-യുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെ കുറിച്ചും 2 നടിമാർ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അവർക്ക് 2 പേർക്കും സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുന്നു. പോരാട്ടത്തിനിറങ്ങുന്ന സ്ത്രീകൾ ചരിത്രം രചിക്കുന്ന ശുഭാപ്തി വിശ്വാസത്തിന്റെ കാഴ്ചയാണിത്. ചലച്ചിത്ര മേഖലയിൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തുടക്കം മുതൽ ധൈര്യം കാണിച്ച നിരവധി കലാകാരികളെ തങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഒതുക്കുകയും അവർക്ക് അവസരം നിഷേധിക്കുകയും ചെയ്ത് ഇൻഡസ്ട്രി അടക്കിവാണ ആണാധികാരത്തിന്റെ തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സഹനവും പാഴാവുന്നില്ല. ഈ പോരാട്ടത്തിൽ അണിനിരന്ന മുഴുവൻ സ്ത്രീകൾക്കും ഹൃദയാഭിവാദ്യങ്ങളെന്നും KK രമ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഏറെ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചത്. പിന്നാലെ 17 എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ രാജിവിവരവും പുറത്തെത്തിയിരുന്നു. ഭരണസമിതിയിലെ ചില ഭാരവാഹികളെ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറയുന്നത്.